നമസ്കാരം. നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് അല്പം കൗതുകമുള്ളതും എന്നാൽ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം അമേരിക്കൻ സേന ബംഗ്ലാദേശിൽ സൈനിക പരിശീലനം നടത്തുന്നു. അപ്പോൾ ബംഗ്ലാദേശല്ലേ നടത്തിക്കോട്ടെ, അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഇന്ത്യക്ക് ചെറിയ തലവേദനയുള്ളത്. ഈ പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്: അമേരിക്കൻ സേന എക്സർസൈസ് ടൈഗർ ലൈറ്റ്നിങ് എന്ന പേരിൽ ജൂലൈ 19 മുതൽ 31 വരെ 13 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവരുടെ ഈ പരിശീലന പരിപാടി. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2017 മുതൽ അമേരിക്കയും ബംഗ്ലാദേശുമായിട്ട് തയ്യാറാക്കിയ ഒരു സൈനിക സഹകരണ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ ഇന്നോളം പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈനിക പരിപാടി നടക്കുന്നത് മിസോറാം അതിർത്തിയോടും മ്യാൻമാറിനോടും ചേർന്നുള്ള ചിറ്റഗോങ് ഹിൽസിലാണ്. അത് ഒരു വനമേഖല കേന്ദ്രീകരിച്ചുള്ള പരിശീലന പരിപാടിയാണ്. അവിടെ US ആർമി പസഫിക്കിൽ നിന്നും ഒറിഗോൺ നാഷണൽ ഗാർഡിൽ നിന്നുള്ള 91 അമേരിക്കൻ സൈനികർ ഈ പരിശീലന പരിപാടിയിലുണ്ട്. കൂടാതെ ബംഗ്ലാദേശ് ഫാസ്റ്റ് പാരാ കമാൻഡോ ബ്രിഗേഡ്, അതിലെ ബംഗ്ലാദേശ് സൈനികരായ 93 പേരും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 184 പേരാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് വനമേഖലയിലെ യുദ്ധമുറകൾ പരിശീലിക്കുക, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏകോപനം, പിന്നെ യുദ്ധരംഗത്തെ വൈദ്യസഹായം, എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതിൻ്റെ ചികിത്സ, മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുക, പിന്നെ IED അതായത് ഇംപ്രസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ്, ചുരുക്കി പറഞ്ഞാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക. ഇതൊക്കെയാണ് ഈ പരിശീലന പരിപാടിയിലെ മുഖ്യ അജണ്ടകൾ. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ 2 രാജ്യങ്ങൾ ഇത്തരം സൈനിക സംയുക്ത പരിശീലന പരിപാടികൾ നടത്താറുണ്ട്. അതിൽ വലിയ സംഗതികളൊന്നുമില്ല. ഇന്ത്യയുടെ സൈന്യവും ഇതേപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പരിശീലന പരിപാടികൾ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിൽ സവിശേഷ താല്പര്യമുണ്ടാകാൻ കാരണം ബംഗ്ലാദേശിൽ അവർ ഇടപെടുന്നത് അവരുടെ ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ ഒരു കൃത്യമായ ഒരു താല്പര്യം പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ചൈനയെ അമേരിക്കയ്ക്ക് ഏത് വിധേനയും നിലയ്ക്ക് നിർത്തണം. അതിന് പാകിസ്ഥാനെ അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇത്തിരി അങ്ങ് ദൂരെയുള്ള സ്ഥലമാണ്. ചൈനയോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബംഗ്ലാദേശോ മ്യാൻമാറോ അതേപോലെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇവർക്ക് താവളം അടിക്കണം എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ ആഗ്രഹമുള്ള സംഗതിയാണ്. അപ്പോൾ ബംഗ്ലാദേശിലുള്ള സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഉണ്ടാക്കണമെന്നുള്ളത് അവർ രഹസ്യമായി പലവട്ടം ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക പരസ്യമായിട്ട് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. പക്ഷേ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടതിന് ശേഷം നടത്തിയ വെളിപ്പെടുത്തലിൽ തന്നെ ഇത്തരത്തിൽ വന്ന ആളുകൾ സമീപിച്ചിരുന്നു, തൻ്റെ മേൽ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. താൻ അതിന് വഴങ്ങാതിരുന്നത് കൊണ്ടാണ് എനിക്ക് താൻ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ അമേരിക്ക ഇടപെടുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും അവർക്ക് ഒരു സൈനിക താവളം ഒരുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടി എന്ന നിലയിലാണ് 2017 ഈ രീതിയിൽ അവരവിടെ സൈനിക പരിശീലന പരിപാടികൾ തുടങ്ങിയത്. ഇനി എന്തുകൊണ്ട് ഈ മ്യാൻമാറിനും അതേപോലെ നമ്മുടെ മിസോറാം അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ഇവർ ഈ പരിശീലന പരിപാടി നടത്തുന്നു എന്ന് പറയാൻ കാരണം 2017 കാലയളവിലാണ് മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥി പ്രവാഹമുണ്ടായത്. അത് ബംഗ്ലാദേശിൽ വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണികളൊക്കെ ഉയർത്തിയ സാഹചര്യത്തിൽ ഭീകരവിരുദ്ധ പ്രവർത്തനമാണല്ലോ അമേരിക്കയുടെ പ്രഖ്യാപിത നയം. അപ്പോൾ അതിന് ഞങ്ങൾ കൈകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അമേരിക്ക ഇതിന് ചാടി പുറപ്പെട്ടത്. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചൈന അവർക്ക് സമുദ്രത്തിലൂടെ മറ്റ് രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ചൈന വലിയ രീതിയിലൊരു തുറമുഖ നവീകരണം നടത്തുന്നുണ്ട്. അവിടെ അന്തർവാഹിനികളടക്കം അവിടെ കൈകാര്യം ചെയ്യാൻ, സൈനിക അന്തർവാഹിനികളടക്കം കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിനെ കൂടി ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ രീതിയിൽ ചിറ്റഗോങ് ആ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരം സൈനിക പരിശീലന പരിപാടികൾ എന്ന പേരിൽ അവിടെ നടത്തുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ചൈനയെ മെരുക്കാനായിട്ട് അല്ലെങ്കിൽ ചൈനയെ നിലക്ക് നിർത്താനായിട്ട്
പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ വലിയ രീതിയിൽ സൈനിക സാന്നിധ്യം ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആ മേഖലയിൽ പറയുകയാണെങ്കിൽ ജപ്പാൻ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. ഏതാണ്ട് 44,000-ഓളം അമേരിക്കൻ സൈനികരാണ് ജപ്പാനിലുള്ള വിവിധ സൈനിക താവളങ്ങളിൽ, അമേരിക്കൻ സൈനിക താവളങ്ങളിലുള്ളത്. തൊട്ടടുത്തുള്ള ഫിലിപ്പീൻസിൽ ഏതാണ്ട് 22,000-ഓളം അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലുമെല്ലാം അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളങ്ങളും സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മേഖല മൊത്തത്തിലൊന്ന് അടച്ചു ഭരിക്കാൻ വേണ്ടിയിട്ട് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപ് 60കളിൽ, അത് UK-യുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ദ്വീപ് 60കളിൽ ഇവർ പാട്ടത്തിനെടുത്ത് അവിടെ വലിയ സൈനിക താവളവും ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ബംഗ്ലാദേശിൽ എവിടെയെങ്കിലും ഒന്ന് കുറ്റിയടിക്കണം എന്ന രീതിയിൽ അമേരിക്ക ഇടപെടുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു സുരക്ഷാ ഭീഷണി, വലിയ ആശങ്ക ഉണ്ടാകുന്നത് ചോദിച്ചാൽ അത് നിർണായകമാണ്. കാര്യം നേരത്തെ തന്നെ ചൈനയുടെ ഒതുക്കാനെന്ന പേരിൽ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാധീനമുള്ള പല മേഖലകളിലും സൈനിക താവളങ്ങൾ ഒരുക്കാനായിട്ട് അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അപ്പം നമ്മുടെ തൊട്ട് മൂക്കിൻ തുമ്പത്ത് അമേരിക്ക ഈ രീതിയിൽ ഇടപെടുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ട്. കൂടാതെ നമ്മുടെ അതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശം എന്ന തരത്തിൽ ആ കാര്യത്തിലും ഇന്ത്യ ഇവരുടെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പരിശീലന പരിപാടി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ എന്ന് പറയുന്നത് കൊണ്ട് പരോക്ഷമായിട്ട് ഇന്ത്യക്ക് അത് വലിയ ഒരു സഹായം കൂടിയാണ്. കാരണം ഈ മേഖലയിലാണ് ഉൾഫ ഭീകരവാദികൾ വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മണിപ്പൂരിലുണ്ടായ കലാപം, അവിടെ കുക്കികൾ എന്ന് പറയുന്ന ഒരു സായുധ കലാപം നടത്തിയ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ, കാരണം ഈ പരിശീലനം നടക്കുന്ന ഒരു വനമേഖലയാണ്. ഈ ഉൾഫ തീവ്രവാദികളടക്കം അവർ ഒളിഞ്ഞിരിക്കുന്നതും ഈ മേഖലകളിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു സൈനിക പരിശീലന പരിപാടിയും അതിനെ തുടർന്ന് നടത്തുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ അത് ഭാഗികമായി അല്ലെങ്കിൽ പരോക്ഷമായി ഇന്ത്യക്കും അനുകൂലമാണ്. പക്ഷേ എന്നിരുന്നാലും അമേരിക്കയെ നമ്പിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ മുൻകാല അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ട് മൂക്കിൻ തുമ്പത്ത് അമേരിക്ക ഈ രീതിയിൽ സൈനികമായി ഇടപെടുന്നത്. ഇന്ന് അവരവിടെ പരിശീലന പരിപാടിയാണ് നടത്തുന്നതെങ്കിൽ നാളെ അവിടെ എന്താണ് നടത്താൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഭരണ സംവിധാനവും എന്താ പറയുക മറ്റ് സംഗതികളും ഒക്കെ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്കയെ പോലൊരു വമ്പൻ രാജ്യത്തിന് അവിടെ നിഷ്പ്രയാസം കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എന്ന് പറയുന്ന രാജ്യം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ചൈനയുടെ വലിയൊരു ആശ്രിതനും കൂടിയാണ്. അതുകൊണ്ടാണ് കാര്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും അവിടെ ഇറങ്ങി കളിക്കാൻ പറ്റാതെ, എന്നാൽ അവർക്ക് ആവുന്ന രീതിയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇവർ ഈ രീതിയിൽ അവിടെ സൈനിക പരിശീലന പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിൽ വലിയ ആശങ്ക, അല്ലെങ്കിൽ ഈ രീതിയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണെങ്കിൽ പോലും അമേരിക്ക തൊട്ടടുത്ത് വന്ന് ഈ രീതിയിൽ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾക്കും സസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. കാരണം ആത്യന്തികമായിട്ട് അമേരിക്ക ഇന്ത്യയെയും അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യയിലെ ജനസമൂഹവും എല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ വരണം എന്നൊരു ആഗ്രഹമുള്ള ആൾക്കാർ കൂടിയാണ് അമേരിക്ക. അപ്പോൾ അവരെ ഏത് തരത്തിൽ നമ്മളെ സഹായിക്കാനാണെന്ന പേരിൽ പോലും തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ 10 തരത്തിൽ 100 തരത്തിൽ സംശയത്തോട് തന്നെയായിരിക്കണം നോക്കേണ്ടത്.